ഇത് ഇവൻ വീഴുമ്പോ ഒരു കേബിൾ ഉണ്ട്, ഇവനെ സേഫ് ചെയ്യണം. കാരണം ബൈക്ക് ഇവനും കൂടി റോഡിലേക്ക് വീഴണല്ലേ. അപ്പൊ ബൈക്ക് ഇവന്റെ മേത്തേക്ക് തട്ടാതിരിക്കാനൊക്കെ ആയിട്ട് കേബിൾ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഇവനിങ്ങനെ വീണ സമയത്ത് നോക്കിയപ്പോ മാർക്ക് അതല്ല. അപ്പൊ അവൻ അതേപോലെ തിരിഞ്ഞാണ്. അപ്പൊ കേബിൾ എന്തൊക്കെയോ ഒടുക്കിയിട്ട് ആക്സിലേഷൻ സ്റ്റക്കായി. നേരെ പുറത്തൊന്നല്ല. ഇല്ലില്ല, ഭാഗ്യത്തിന് അത് ഒന്നും പ്രശ്നം പറ്റിയില്ല. അതുകഴിഞ്ഞിട്ടാണ് പിന്നെ ഷൂട്ട് ചെയ്തത്. അച്ഛൻ അറിഞ്ഞുകൊണ്ട് ഡയലോഗ് പറഞ്ഞ പോലെ ഉണ്ട് ശരിക്കും എന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം. ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർക്കണേ, ഞാൻ ജാനുമൻ ഷൂട്ടിന് രാത്രി പോണാണ്. അപ്പൊ ടോളിൽ വെച്ചിട്ട് ഡീസൽ തീർന്നു പോയി വണ്ടിയുടെ. ടോൾ ജംഗ്ഷനിൽ ഇരിക്കുക ഞാൻ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ വണ്ടി ഇറങ്ങി മെയിൻ സ്പീഡ് വേയില് റൈറ്റ് സൈഡില് ഒന്നും വഴിയില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ട് വണ്ടികൾ മാറ്റാൻ തുടങ്ങി, ബ്ലോക്ക് തുടങ്ങി. അപ്പൊ എന്റെ ഏതോ ഫ്രണ്ട് ഭാഗ്യത്തിന് പെട്രോൾ ഡീസൽ അപ്പുറത്തുണ്ട്. പാസ് ചെയ്ത് പോയപ്പോ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ അപ്പൊ ഡീസൽ ഇരുന്ന് ഞങ്ങൾ മേടിക്കാൻ വേണ്ടി ഇവൻ ഈ ബ്ലോക്കിൽ കൂടി കറന്ന് അവിടെ പോയി. ഈ ബ്ലോക്ക് തുടങ്ങിയിട്ട് അവസാനിച്ചത് പാലാരട്ടം വരെ ആയിരുന്നു. സത്യമായിട്ട് പോലീസുകാർ രണ്ടുപേരും ബൈക്കിന് വന്നിട്ട് എന്താ അന്വേഷണം വന്നപ്പോ ഞാൻ പറഞ്ഞു സാറേ ഡീസൽ തീർന്നായി. കറക്റ്റ് അപ്പൊ പുള്ളി കൂടെ അച്ഛൻ പണ്ട് ഡയലോഗ് ഞാൻ എന്ത് ചെയ്യാനാണ് കറക്റ്റ് ആയിട്ട് ഡീസലൊന്നും ഒഴിച്ച് ടോൾ ജംഗ്ഷൻ തൊട്ട് പാലാരിവട്ടം മറ്റു സിഗ്നൽ അല്ല, പാലാരിവട്ടം SNDP ജംഗ്ഷൻ അല്ലേ നമ്മുടെ ശ്രീനാരായണഗുരു സ്റ്റാച്ചു ഉണ്ട്, അവിടെയും വരും ബ്ലോക്ക് ആക്കിയ. സന്തോഷോ പള്ളി ബസ്സുകാരൊക്കെ എടുത്ത് അറിയിക്കണം. ഓട്ടോ നിക്കണല്ലേ, ഇവിടെ ആകുമ്പോ എനിക്ക് മനസ്സിലാവില്ല മലയാളമല്ലേ. ഞാൻ ഇത് യാത്രയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഞാൻ പറയുന്ന ചിലപ്പോ മണ്ടത്തരായിരിക്കും. ഞാൻ ഇൻ ബിറ്റ്വീൻ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ. അർജുന്റെ തലവര ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതിന് മുന്നേ 2 പ്രാവശ്യം അർജുനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് ഇടാൻ മടിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിൻ്റെ അകത്ത് കേൾക്കാനിടയായി. ബിക്കോസ് ഞാൻ ബാക്കിയുള്ള മൂവീസ് എല്ലാം കണ്ടതിലും എനിക്കെന്തോ ഭയങ്കര ഒരു ക്ലോസ്ലി കണക്ഷൻ തോന്നി തലവരയിലെ ക്യാരക്ടറിനോട്. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് മീൻസ് അർജുനെ പറ്റി സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോ തന്നെ കണ്ടതാണ് അച്ഛൻ പറയുന്നതായിട്ട്. ഞാൻ അതിന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തു. തലവരയ്ക്ക് തന്നെയാണോ? അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായിരുന്നു ആ ഒരു ഫീൽ? ഇതിന് മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അത്രയും എന്നോടൊന്നും എക്സ്പ്രസ് ചെയ്യാറില്ല എന്നല്ലേ പറഞ്ഞു. പൊതുവെ ഞാനും അങ്ങോട്ട് അധികം എക്സ്പ്രസ് ചെയ്യാറില്ല, അച്ഛനും അധികം എക്സ്പ്രസീവ് അല്ല ഞങ്ങളുടെ സ്നേഹം. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഒരു പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി ഒരു ഉമ്മ തന്നെ കവളത്ത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര എനിക്ക് അതേപോലെ തന്നെ ഓഡിയൻസിന്റെ റിയാക്ഷൻ, അധികം ആൾക്കാർ തിയേറ്ററിൽ എത്താൻ പറ്റിയില്ല. പക്ഷെ എന്നാലും